പതിവ് പോലെ നമ്മുടെ മാധ്യമങ്ങൾ പറയാത്ത ഒരു വാർത്തയുമായിട്ടാണ് നമ്മൾ ഇന്നിരിക്കാൻ പോകുന്നത്. വാർത്ത ഹിമാചൽ പ്രദേശിൽ നിന്നാണ്. അവിടെ അറിയാം കോൺഗ്രസിലെ വിമത പ്രശ്നങ്ങൾ, അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷയായ പ്രതിഭ സിംഗിൻ്റെ ഒടക്ക്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, പ്രതിഭ സിംഗിന് മത്സരിക്കാൻ മാൻഡി സീറ്റ് ലോക്സഭാ സീറ്റ് കൊടുത്തിരുന്നു. പക്ഷെ പ്രതിഭ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രതിഭയുടെ ഒരു ചോദ്യമുണ്ട്, നമ്മൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്ത് പറഞ്ഞാണ് വോട്ട് ചോദിക്കാൻ പോകുന്നത്? എന്ത് തോന്നുന്നു? ഇതൊക്കെ തോന്നുന്നു കേട്ടിട്ട് മാഷ്ക്ക് എന്താ തോന്നുന്നത്? അല്ല, അതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഹിമാചൽ പ്രദേശാണ്. ഹിന്ദി ബെൽറ്റിൽ വടക്കേ ഇന്ത്യയിൽ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു കോൺഗ്രസ് നിലനിൽക്കുന്ന സംസ്ഥാനമാണ്. അല്ല, അത് നിർണായകമാണ്. സുഖ്വിന്ദർ സിംഗ് സുഖു ആണ് അവിടുത്തെ മുഖ്യമന്ത്രി. 6 MLA മാറി രാജ്യസഭയ്ക്ക് വോട്ട് ചെയ്തു, അവരെ അയോഗ്യരാക്കി. അവിടെ ഉപതെരഞ്ഞെടുപ്പ് കൂടെ ഈ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. ജൂൺ 1 അവിടെ ഇലക്ഷൻ നടക്കുന്നത്. അതെ, എനിക്ക് 6 സീറ്റ് ജയിച്ചില്ലെങ്കിൽ ഭരണം പോകും. ആ വഴിക്ക് അവിടുത്തെ കോൺഗ്രസിലുണ്ടായ പിളർപ്പ്, അതിൽ ഭരണകക്ഷി ഇപ്പോൾ BJPയുടെ ഇടപെടൽ വലിയ പങ്ക് വഹിച്ചു എന്നൊരു വാർത്തകൾ വരുന്നുണ്ട്. എങ്കിൽ പോലും ആ വഴിയിൽ ആ പിളർപ്പിൻ്റെ ഒരു തുടർച്ച കൂടി ആയിരിക്കണം ഈ പ്രതിഭ സിംഗിൻ്റെ പുതിയ നിലപാട് എന്ന് എനിക്ക് തോന്നുന്നു. ന്യായമായുള്ള ആ ചോദ്യം. ഇപ്പോൾ കോൺഗ്രസ്സിന് നടപ്പാക്കാൻ നയപരിപാടികളില്ലെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അവരുടെ കയ്യിൽ കർമ്മപരിപാടി ഇല്ലെങ്കിൽ, പിന്നെ ഞാൻ എന്തിനു മത്സരിക്കണമെന്ന് സംസ്ഥാന കോൺഗ്രസിൻ്റെ അധ്യക്ഷ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു അടി, ഒരു ആഘാതം ആ സംസ്ഥാനത്തെ കോൺഗ്രസ്സിന് കിട്ടാനില്ല. നമ്മുടെ കേരളത്തിലെ പത്രങ്ങളിലൊന്നും ഇത് വാർത്തയല്ല. അല്ല അല്ലേ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം മാഷ് ശ്രദ്ധിച്ച് കാണും, നമ്മുടെ ഒരു ടോക്ക് ഷോയിൽ നമ്മൾ ഈ MP ഫണ്ടിൻ്റെ വിനിയോഗം, നമ്മൾ 20 മണ്ഡലങ്ങളിലെ MP-മാർ അവർക്ക് അനുവദിച്ചിരിക്കുന്നതിൻ്റെ 17 കോടി രൂപയോളം അവരുടെ ടേമിൽ, അവരുടെ ടെനോറിൽ ഉണ്ടായിരുന്നു. അത് പലരും അതിൻ്റെ പകുതി പോലും വിനിയോഗിച്ചിട്ടില്ല. വിനിയോഗിച്ച തുകയാകട്ടെ, വിനിയോഗിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ തുകയുടെ കണക്ക് കൊടുത്തിട്ടില്ല. അതായത് 17 കോടി ഉണ്ടായിരുന്നതിൽ പലരും 7 കോടി രൂപയോളം വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കണക്ക് കൊടുക്കാത്തതുകൊണ്ട് ബാക്കി 10 കോടി കിട്ടിയിട്ടില്ല. ഇതാണ് സ്റ്റാറ്റസ്. ആയുള്ള വ്യത്യാസം നമ്മുടെ കൊല്ലത്തെ പ്രേമചന്ദ്രൻ, അദ്ദേഹം 9.5 കോടി വാങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ളത് വളരെ കുറച്ച് കാലം മാത്രം ഉണ്ടായിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധിയിൽ 5 കോടിയായിരുന്നു ഫണ്ട് ഉണ്ടായിരുന്നത്. 5 കോടിയും അദ്ദേഹം വിനിയോഗിച്ചു. 5 കോടിയുടെ കണക്ക് കൊടുത്തു. അതായത് കേരളത്തിലെ ഇപ്പോൾ മത്സരിക്കുന്ന 20 MP-മാർ മത്സരിക്കുന്നുണ്ട്. 20 പേരും, പ്രതാപനൊഴിച്ചാൽ 19, ഈ 19 പേരും അവർക്ക് മണ്ഡലത്തിൽ വികസനത്തിന് വേണ്ടി അനുവദിച്ച തുക വാങ്ങിയെടുത്ത് വിനിയോഗിക്കുന്നതിൽ വീഴ്ച വരുത്തി. 17 കോടിയിൽ 7 കോടിയാണ് വാങ്ങിയത്. ആ 7 കോടിയുടെ കണക്കും കൊടുക്കാത്തതുകൊണ്ട് ബാക്കി 10 കിട്ടിയിട്ടുമില്ല. ഇത് നമ്മൾ വളരെ സ്തോഭജനകമായ ഒരു കണക്ക് നമ്മൾ 2 ദിവസം മുമ്പ് നമ്മുടെ ചാനലിലാണ് പുറത്തുവിട്ടത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു വെർഷനാണിത്. MP ഫണ്ട് അടക്കമുണ്ട്, ഭരണമുണ്ട്. പിന്നെ മറ്റൊരു പ്രതിഭാ സിംഗ് ചോദിക്കുകയാണ്, നമ്മുടെ വർക്കേഴ്സ്, പ്രവർത്തകർ വോട്ട് ചോദിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണ്ടേ? നമ്മുടെ സർക്കാർ പ്രവർത്തകർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ പ്രവർത്തകരോട് വർക്ക് ചെയ്യാൻ ഇറങ്ങാൻ പറ്റും? അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല. അതെ, തീർച്ചയായിട്ടും ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഈ അവശേഷിക്കുന്ന പ്രഭാവം കൂടി വളരെ ഗുരുതരമായ തോതിലുള്ള ഒരു ഭവിഷ്യത്തിനെ നേരിടുന്നു എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ സാധനം വളരെ ശരിയാണ്. കേരളത്തിലും ഇത് തന്നെയായിരിക്കും ഹിമാചലിലും ആയിരിക്കണം. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു ഇടയ്ക്ക് ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ വയനാട് MP രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ കണക്ക് ഇത് തന്നെയാണ്. 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് സത്യമാണ്. ഇപ്പോൾ ഒരു MP-യുടെ പെർഫോമൻസ് വിലയിരുത്തുന്നത് രണ്ട് മാനദണ്ഡങ്ങൾ വെച്ചാണ്. ഒന്ന്, പാർലമെൻറ്റിലെ അറ്റൻഡൻസ്, പ്രസൻസ്, അവിടുത്തെ ചർച്ചകളിലെ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം. രണ്ടാമത്തെ കാര്യം അതാണ് പിന്നെ ലെജിസ്ലേച്ചറിലെ അവരുടെ ഇടപെടൽ. 2, അവനവൻ റെപ്രസെൻ്റ് ചെയ്യുന്ന മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ഭാവിയിൽ അവർക്ക് എന്ത് താല്പര്യമുണ്ട് എന്നാണ് MP ഫണ്ട്. MP ഫണ്ടിനെ കുറിച്ച് നമ്മൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. MP ഫണ്ട് പോലും ഇപ്പോൾ ഒരു MP-യെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുമ്പോൾ ഈ 2 കാര്യങ്ങളാണല്ലോ നോക്കുക. പാർലമെൻറ്റ് അകത്തെ പെർഫോമൻസ്, പുറത്ത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ആക്ഷനും പ്ലാനും ഒക്കെയാണല്ലോ. അപ്പോൾ ഇതിൽ വിലയിരുത്തുമ്പോൾ ആലോചിക്കേണ്ട കാര്യം, പലപ്പോഴും MP ഫണ്ട് കയ്യിൽ കൊടുത്തിട്ട് ഇതിവർക്ക് വിനിയോഗിക്കാനും കണക്ക് കൊടുക്കാനും നേരമില്ല. വിനിയോഗിച്ച് കാണാം, കണക്ക് കൊടുക്കാനില്ല. അതെ, കണക്ക് കൊടുക്കുക എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട പണിയല്ലേ, അക്കൗണ്ടബിലിറ്റി വേണ്ടതിന്. ജനങ്ങളുടെ പണമല്ലേ കൊണ്ടുപോയി ഉപയോഗിച്ചത്. മാത്രമല്ല, ഇതിന് കണക്ക് വെക്കാനും കണക്കെടുക്കാൻ യാത്ര ചെയ്യാനും ജനങ്ങളെ പോയി കാണാനും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും ആവശ്യത്തിലേറെ പണം കൊടുക്കുന്നുണ്ട് സർക്കാർ. എന്നിട്ട് നമ്മൾ തീർച്ചയായിട്ടും ജനങ്ങൾ കൊടുക്കുന്നുണ്ട്, ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ഗൗരവമായിട്ട് കാണുന്നൊരു അന്തരീക്ഷം വരണം.
ഒന്നുകിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഒരു MP-യുടെ പെർഫോമൻസ് വിലയിരുത്താനുള്ള, ഒരു ജനപ്രതിനിധിയുടെ ക്വാളിറ്റിയും കഴിവും വിലയിരുത്താനുള്ള ഏറ്റവും നല്ല മാർഗം ഈ MP ഫണ്ടും MLA ഫണ്ടും എടുത്തു കളയല. എന്നിട്ട് അവരുടെ ആഫീസ് ഇരുന്നിട്ട് പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം. തൻ്റെ മണ്ഡലത്തിന് വേണ്ട പ്രധാനപ്പെട്ട വികസന കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കണം. ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് അത് പ്രോജക്റ്റാക്കി മാറ്റണം. പ്രോജക്റ്റാക്കി മാറ്റിയിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതാണ് ആ വകുപ്പുകളിലൊക്കെ ഇവർ കയറി ചെല്ലണം. എന്നിട്ട് വകുപ്പുകളിൽ നിന്ന് ഫണ്ട് വാങ്ങിയെടുക്കണം. എന്നിട്ട് നാട്ടിൽ കൊണ്ടുവന്ന് നടപ്പാക്കണം. അപ്പം അറിയാം. അല്ല, പക്ഷേ ഒരു സംശയം. ഇപ്പം പ്രതിഭാ സിംഗിനെ പോലെയുള്ള ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ, അവർക്ക് വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലമാണ് മാൻഡി. അവർ നിന്നാലേ ജയിക്കുകയുള്ളൂ എന്നാണ് അവിടുത്തെ കോൺഗ്രസ് പറയുന്നത്. അപ്പോൾ അവർ മത്സരിക്കുന്നില്ല എന്ന് പറയും. കാരണം എൻ്റെ സർക്കാർ ഹിമാചലിലെ സർക്കാർ മാത്രമല്ല, പാർലമെൻറ്റിലേക്കാണ് മത്സരിക്കുന്നത്. ഈ സർക്കാർ അവർ പറയുകയാണ് എൻ്റെ സർക്കാർ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഞാൻ MP ആവാനില്ല. അപ്പോൾ കേരളത്തിൽ ഈ MP ഫണ്ട് ഉണ്ടായിട്ടും അത് വിനിയോഗിച്ചതിൻ്റെ കണക്ക് കൊടുക്കാത്ത ആളുകൾ നിർലജ്ജം 2 മുന്നണിയിലുമായിട്ട് മത്സരിക്കുകയാണ്. തീർച്ചയായിട്ടും ഉണ്ട്, 2 മുന്നണിയിലുണ്ട്. അതെനിക്ക് തോന്നുന്നു MP-മാരുടെ കണക്കെടുക്കുമ്പോൾ മഹാഭൂരിപക്ഷം UDF തന്നെയാണ്. ഒരാൾ മാത്രമല്ലേ മറുപക്ഷത്തുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെയും പെർഫോമൻസ് ആരിഫിൻ്റെയും സെയിമാണ്. അപ്പോൾ രണ്ടും ആ കണക്കിന് കണക്കാണ്. അല്ല, ഇത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ഒന്നും അല്ല, വേണം പറയാം. എല്ലാവർക്കും ഒരുപോലെ അവിടുത്തെ മിസ്റ്റേക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രേമേന്ദ്രൻ്റെയും കാര്യത്തിൽ ഈ മിസ്റ്റേക്ക് വരണമായിരുന്നു. അവർ രണ്ടുപേരും പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 9.5 കോടി വിനിയോഗിച്ചിട്ടുണ്ട്. ഇവരൊക്കെ 7 ആയപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് 5 കോടിയും കിട്ടി, 5 കോടിയും വിനിയോഗിച്ചു, 5 കോടിയുടെ കണക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ MP-മാർക്ക് ഇത് ചെയ്യാൻ അറിയാവുന്നവരും ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നല്ല മാതൃകകളുണ്ടല്ലോ കേരളത്തിൽ, എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഇത് തുറന്നു പറയാൻ, സാധാരണഗതിയിൽ ഇത് തുറന്നു പറയാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പ്രതിഭാ സിംഗ് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇതിൽ വാർത്ത. 2 കാര്യങ്ങൾ ഉണ്ടാവണം അതിനകത്ത്. ഒന്ന്, ഇത് പറയേണ്ടത് ഒരുപക്ഷെ തനിക്ക് സീറ്റ് അനുവദിക്കേണ്ട, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ സീറ്റ് സ്വീകരിക്കുകയില്ല എന്ന് അവർ പറയേണ്ടത് സാധാരണ ഇതിൽ പാർട്ടി വേദിയിലാണ്. പുറത്ത് പറയാവുന്ന ഒരു അന്തരീക്ഷം ഹിമാചലിൽ വന്നിരിക്കുന്നു. ഹിമാചലിൽ കുറച്ച് കാലമായി പ്രതിഭ ഇങ്ങനെയാണ്. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് പ്രതിഭാ സിംഗിൻ്റെ വഴി ഇനി വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് കാണേണ്ടി വരും. ഒരുപക്ഷെ അവർ ഇനി BJP ചേരുമോ, BJP-യുടെ ഇത് പറയിപ്പിച്ചതിൻ്റെ പിന്നിൽ പോലും അവർക്ക് ആത്മവിശ്വാസം കൊടുത്തതിൽ, ധൈര്യം കൊടുത്തതിൽ പൊളിറ്റിക്കൽ ഭാവി. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് പ്രതിഭാ സിംഗ് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു റബൽ സ്വഭാവത്തിലാണ് നിൽക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം അവരെ തൊട്ടിട്ടില്ല. അവർക്ക് സ്വാധീനം കാണുമായിരിക്കും, അതായിരിക്കും ഒരു കാരണം. അല്ലെങ്കിൽ എപ്പോഴേ മാറ്റേണ്ടതാണല്ലോ. പ്രത്യേകിച്ച് സുഖുവിൻ്റെ മന്ത്രിസഭ വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ. അല്ല, പ്രത്യക്ഷത്തിൽ ഒരു സംഘടനാ രീതിശാസ്ത്രത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ആ പാർട്ടിയുടെ ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പാർട്ടി ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പാർട്ടി പ്രസിഡന്റ് പറയുന്നതിനേക്കാളും വലിയ ഒരു പതനം, ഒരു തകർച്ച പാർട്ടിക്ക് വരാനില്ല. അതെനിക്ക് തോന്നുന്നു അത് ഹിമാചൽ കോൺഗ്രസിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം എന്ന്. ഒരു പക്ഷേ വേണം മറ്റൊരു തരത്തിൽ ആലോചിച്ചാൽ അതൊരു രാഷ്ട്രീയ വിശുദ്ധിയുടെ സത്യസന്ധതയുടെ അടയാളം കൂടിയല്ലേ? അങ്ങനെ ആവണമെന്നില്ല സാറേ. കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയ വിശുദ്ധിയോടൊപ്പം തന്നെ പ്രധാനമാണ് ആ വിശുദ്ധി പ്രകടിപ്പിക്കാനുള്ള രീതിശാസ്ത്രം. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് പടിപടിയായി വളർന്ന് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുമ്പോൾ വലിയ ഉത്തരവാദിത്വമുണ്ട്. അവർ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ആര് വിളിച്ചു പറഞ്ഞാലും അതിന് മറുപടി പറഞ്ഞ് പാർട്ടിയുടെ മുഖം ഡിഫെൻഡ് ചെയ്യേണ്ട ആളാണ്. അവരെ വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞാൽ ഹിമാചലിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJP, അത് തീർച്ചയായിട്ടും ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJP 303 സീറ്റുമായിട്ടാണ് 2019 BJP അധികാരത്തിൽ വന്നത്. ഇത്തവണ 400 സീറ്റുമായിട്ട് വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ BJP-യുടെ അജണ്ട കുറേ കൂടി ക്ലിയറാണ്, കുറേ കൂടി സ്ട്രോങ് ആണ് ആ അജണ്ട. അതുണ്ടാക്കാവുന്ന ഒരു പക്ഷേ ജനാധിപത്യത്തിൽ അതുണ്ടാക്കാവുന്ന അപകടത്തെക്കുറിച്ചും എനിക്ക് ആശങ്കകളുണ്ട്, ഉത്കണ്ഠകളുണ്ട്. ജനാധിപത്യത്തിൽ എപ്പോഴും നല്ലത് ഇപ്പോൾ 273 സീറ്റ് വേണ്ടിടത്തൊരു 300-ലൊക്കെ നിൽക്കുക, 200 പേരെങ്കിലും പ്രതിപക്ഷത്ത് മറുപക്ഷത്ത് ഉണ്ടാവുക. അതായിരിക്കും ജനാധിപത്യത്തിന് എപ്പോഴും സൗകര്യം. ഏത് പാർട്ടിയായാലും മൃഗീയമായ കേവല ഭൂരിപക്ഷം എന്ന അവസ്ഥയിൽ നിന്ന് മൃഗീയ ഭൂരിപക്ഷം എന്ന അവസ്ഥയിലേക്ക് വരുന്നത് ജനാധിപത്യത്തിന് ഒരു കാലത്തും ഗുണം ചെയ്തിട്ടില്ല. നെഹ്റുവിൻ്റെ കോൺഗ്രസിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ സംഭവിച്ചതാണ്. അപ്പോൾ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹിമാചൽ പ്രദേശ് ഒരു അജണ്ടയാണ് സാർ, ചെറിയ കാര്യമല്ല. ഹിമാചൽ പ്രദേശ് ഹിന്ദി ബെൽറ്റിൽ നമ്മളിപ്പോൾ തെലുങ്കാനയ്ക്ക് വടക്കോട്ട്
ഹിന്ദി ബെൽറ്റിൽ അവശേഷിക്കുന്ന ഒരേ ഒരു കോൺഗ്രസ് മുദ്രയാണ് ഹിമാചൽ. അതും അത് കോൺഗ്രസ് മുക്തമാകാനുള്ള അത് കോൺഗ്രസ് മുക്തമാക്കണം. അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് ഹിമാചൽ കൂടി തകർത്തിട്ടേ അടങ്ങുകയുള്ളൂ. അല്ല, തെരഞ്ഞെടുപ്പോടെ തീരുമാനമാകും. കാരണം 6 MLA-മാരാണ് പുറത്താക്കപ്പെട്ടത്. 6 MLA-മാർ BJP സൈഡിലേക്ക് പോയാൽ സർക്കാർ കഴിഞ്ഞല്ലോ. 6 സ്ഥലത്തും ബൈ ഇലക്ഷൻ നടക്കുകയാണ്. 6 സ്ഥലത്തും ജയിച്ചില്ലെങ്കിൽ സുഖുവിൻ്റെ സർക്കാർ വീഴും, കോൺഗ്രസ് ഭരണം അവസാനിക്കും. അതിപ്പോൾ ആശയതലത്തിൽ കൂടി ഇപ്പോൾ സംഘടനാപരമായി സാങ്കേതികമായി വീഴാൻ ഉള്ള നമ്മൾ ഒരു പക്ഷേ ദിവസങ്ങൾ കാത്തിരുന്നാൽ മതിയാവും. ജൂൺ 1 വരെ കാത്തിരുന്നാൽ മതിയാവും. പക്ഷേ ആശയതലത്തിൽ, ധാർമ്മിക തലത്തിൽ, ആത്മവിശ്വാസത്തിൻ്റെ തലത്തിൽ അതിൻ്റെ തകർച്ചയാണ് പ്രതിഭാ സിംഗിൻ്റെ. അതെ, അവശേഷിക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ തലക്കടിയേറ്റ അടിയാണ് പ്രതിഭയുടെ ഈ സ്റ്റേറ്റ്മെന്റ്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു അത് ഹിമാചൽ പ്രദേശ് കോൺഗ്രസിനകത്ത് പ്രതിഭാ സിംഗ് എന്ന പ്രസിഡന്റിന് പൊടുന്നനെ ഉദിച്ചൊരു ധാർമ്മികതയൊന്നും ആവാൻ വഴിയില്ല. അല്ല, ഇത് അവിടെ വലിയ വാർത്തയാവുമല്ലോ. തീർച്ചയായും കോൺഗ്രസിന്റെ സാധ്യതകൾ വല്ലാതെ പരിമിതപ്പെടുത്തും. എനിക്ക് തോന്നുന്നു അതിന്റെ പിന്നിൽ ആ ശബ്ദം പോലും പ്രതിഭാ സിംഗിൻ്റെതാവാൻ വഴിയില്ല സർ. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെയും അമിത്ഷാജിയെ പോലെ ഒരു വലിയ തന്ത്രശാലിയായ നേതാവിൻ്റെയും ഒക്കെ ഇടപെടലും സ്വാധീനവും പ്രേരണയും ഒരുപക്ഷെ നാളെ സംഭവിക്കാനിരിക്കുന്ന രാഷ്ട്രീയ പരിണാമങ്ങളുടെ ജൂൺ 1 ശേഷം പ്രതിഭാ സിംഗ് ഹിമാചൽ മുഖ്യമന്ത്രി ആയാൽ പോലും അത്ഭുതപ്പെടാനില്ല. രാഷ്ട്രീയം കാണുന്നവർ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പായി അല്ലെങ്കിൽ ഈ ഇലക്ഷനിൽ BJP-യുടെയും NDA മുന്നണിയുടെയും ടാർഗറ്റ് 370-400 ആണല്ലോ. ആ ടാർഗറ്റിലേക്ക് നീങ്ങുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇനി പൊറുപ്പിക്കേണ്ടതില്ല. ഹിമാചൽ പ്രദേശ് എന്ന ഒരു കൊച്ചു സംസ്ഥാനം അതിൻ്റെ ആവശ്യമില്ല, തീരുമാനിക്കുന്നുണ്ട്. ഫിനിഷ്ഡ്. അത് ഫിനിഷ് ചെയ്യാനുള്ള അജണ്ട ആയിരിക്കണം ഇത്. അതുകൊണ്ട് പ്രതിഭാ സിംഗ് ഇപ്പോൾ സംസാരിക്കുന്നത്, അങ്ങനെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും ജനപ്രതിനിധികൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ജനങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യണം. അതൊരു വലിയ മെസ്സേജ്. പ്രതിഭാ സിംഗുമാരെ സൃഷ്ടിക്കാൻ ഒരു പക്ഷേ നാളെ ഏതൊക്കെ പാർട്ടിയുടെ ഏതൊക്കെ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് പറയേണ്ടി വരുന്ന തരത്തിൽ നമ്മുടെ ജനപ്രതിനിധികൾ പെരുമാറേണ്ടത്, തിരിച്ചറിയേണ്ട വലിയ പാഠങ്ങൾ. കേരളത്തിനും ഇത് വലിയ പാഠം തന്നെ. കേരളത്തിലെ MP-മാരുടെ മനോഹരമായ വർണ്ണചിത്രങ്ങളും പാർട്ടിയും നോക്കി വോട്ട് ചെയ്യുന്ന ആളുകൾ അവർ MP ഫണ്ടിന്റെ വിനിയോഗം എങ്ങനെയാണ് നടത്തിയത് എന്നുകൂടി ആലോചിച്ച് വോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് മാറേണ്ടതാണ്. മാത്രമല്ല, ഇപ്പോൾ K. സുധാകരനെ പോലൊരാൾ MP കൂടി അല്ല എന്ന് വിചാരിച്ചോളൂ. അസംഭവ്യമല്ല, കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കും. അദ്ദേഹത്തിന് അനിഷ്ടം തോന്നിയാൽ ചിലപ്പോൾ ഇതൊക്കെ വിളിച്ചു പറഞ്ഞേക്കും. അപ്പോൾ ഇത് ഏത് സംസ്ഥാനത്തും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു പ്രസിഡന്റിൻ്റെ വെർഷനാണ്. അല്ലെങ്കിൽ ഒരു സംഘടനാ നേതാവ്, സ്വന്തം പാർട്ടി നേതാവ് എപ്പോഴും തങ്ങൾക്ക് നേരെ കൂടി ചൂണ്ടാനിടയുള്ള ഒരു വിരലാണ് ഹിമാചൽ പ്രദേശിലെ പ്രതിഭാ സിംഗ്. അല്ല, ഒന്നുകൂടിയുണ്ട്. ഇപ്പം എല്ലാ പാർട്ടികളിലും സീറ്റ് കിട്ടാത്തത് കൊണ്ട് അവർ പാർട്ടി വിട്ടു പോകുന്നു, പാർട്ടിക്കെതിരെ റബലാവുന്നു ഒക്കെ ചെയ്യാണ്. ഇവിടെ ജയിക്കാൻ പറ്റുന്ന സീറ്റാണ് പ്രതിഭാ സിംഗിന് കൊടുക്കുന്നത്. ഞാൻ മത്സരിക്കുന്നില്ല എന്നവർ പറയുന്നു. അത് തീർച്ചയായിട്ടും അത് നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ധാർമ്മികമായ ഒന്നാണ്. അതിന് വിലയുണ്ടെന്ന് തോന്നും. പക്ഷേ ഹിമാചൽ പ്രദേശിൻ്റെയും ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഒരു ആൾ ഇന്ത്യ പൊളിറ്റിക്സിൻ്റെയും ഒരുപക്ഷെ ഒരു കേവലം MP-യേക്കാൾ വലിയ ഒരു സീറ്റ്. കറക്റ്റാണ് സാർ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു MP സ്ഥാനത്തെ ടോക്കണാക്കിയിട്ട് അതിനെ ഒരു തുരുപ്പിച്ചിട്ടാക്കി പ്രയോഗിച്ചാൽ ജൂൺ 1 ശേഷം ഒരു മുഖ്യമന്ത്രിയാണ് തന്നെ തേടി വരുന്നതെങ്കിലും അതായിരിക്കണം ഈ കണ്ണിങ് ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ. എന്തായാലും പ്രതിഭാ സിംഗിൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ട്. അത് അവരാണോ അതോ BJP ബുദ്ധി കേന്ദ്രം? ജൂൺ 1 കഴിയട്ടെ, തീർച്ചയായിട്ടും കാണാം സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.